ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മലങ്കര സുറിയാനി സഭയ്ക്ക് അഭിനന്ദനായ അതിഭദ്രാസനത്തിന്റെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയസ് തിരുമേനി സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടുകൂടി തിരുമേനിയെ സ്വീകരിച്ച് ആദരിക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. മലങ്കര സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം 70കൾ മുതൽ വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലയളവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു പള്ളിയിൽ കലഹവും പ്രശ്നവും ഉണ്ടാക്കുക എന്നുള്ളത് മറുപക്ഷത്തിന്റെ ഒരു സ്ഥിരം കാര്യപരിപാടിയായി അവർ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ വിശുദ്ധ ദേവാലയത്തിൽ ഈ പ്രദേശത്തുള്ളവരോ ഈ സംസ്ഥാനത്തുള്ളവരോ പോലും ബഹുമാനത്തോടും ഭക്തിയോടും ആദരവോടും കൂടി മാത്രം ഉച്ചരിക്കുന്ന ഈ ദേവാലയത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ പരിശ്രമിച്ചതിനെ നാം ഓർക്കുന്നു. കട്ടച്ചിറ പള്ളിയിൽ, ആലുവ പള്ളിയിൽ, ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ എവിടെയെല്ലാം പ്രശ്നമുണ്ടാക്കാമോ അവിടെയെല്ലാം പ്രശ്നമുണ്ടാക്കുക എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് ഒരു പക്ഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവാലയങ്ങൾ പിടിച്ചടക്കുക എന്നുള്ള ഒരു സ്ഥിര വിനോദമാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് പല ന്യായങ്ങൾ പറയും. ഇവർ ഈ ന്യായങ്ങൾ എന്ന് പറയുന്ന അന്യായം നിരത്തി പരിശ്രമം നടത്തുമ്പോൾ വിശുദ്ധ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും സഭ പല വിധത്തിൽ സമൂഹത്തിന്റെ മുമ്പാകെ അംഗീകാരം കൂടുതൽ നേടുകയും ചെയ്യുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. കോലഞ്ചേരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ചരിത്രം വെച്ച് 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ അന്ത്യോക്യ സിംഹാസന ഭക്തരായ ആളുകളല്ലാതെ മറ്റൊരു ഇടവകാംഗം പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ ഒരു മാറ്റമുണ്ടായത് 1912 പത്രോസ് പാത്രിയർക്കീസ് ബാവ വാഴിച്ച് കണ്ടനാട് ഭദ്രാസനത്തിൽ നിയോഗിച്ച മുറിമറ്റം മാർ ഈവാനിയോസ് വാർദ്ധക്യം മൂലം പാത്രിയർക്കീസ് ബാവായിക്ക് ഭദ്രാസന ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുവാനുള്ള അപേക്ഷ കൊടുത്ത് റിട്ടയർമെന്റ് വാങ്ങി താമസിച്ചിരുന്ന കാലത്ത് അന്നത്തെ മെത്രാൻ കക്ഷി ഈ റിട്ടയർ ചെയ്ത വാർദ്ധക്യത്തിലുണ്ടായിരുന്ന പിതാവിനെ കൊണ്ടുപോയി കാതോലിക്ക ആയിട്ട്, ഒന്നാമത്തെ കാതോലിക്ക ആയിട്ട് നിരണത്ത് വെച്ച് വാഴിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. പിറ്റേ വർഷം തന്നെ അദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് കാലം ചെയ്തു. അതിന് പകരം 1925 വരെ ഒരു കാതോലിക്കയെ പോലും വാഴിച്ചില്ല. അത് കാതോലിക്കേറ്റിന്റെ ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കോലഞ്ചേരി പള്ളിക്കാർ ചെയ്തത് 1913 ഇടവകയുടെ സമ്പൂർണമായ ഒരു യോഗം ചേർന്ന ഒരു ഉടമ്പടി ഉണ്ടായി. അന്ത്യോക്യ പാത്രിയർക്കീസിനെയും പാത്രിയർക്കീസ് നിയോഗിക്കുന്ന മെത്രാന്മാരെയും ഒഴിച്ച് മറ്റാരെയും ഈ പള്ളിയിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ആ ഉടമ്പടിയുടെ സാരം. അതനുസരിച്ച് ആ ഇടവകാംഗം കൂടിയായ മുറിമറ്റം ബാവായെ കോലഞ്ചേരി പള്ളിയിൽ അടക്കാൻ പോലും സാധിച്ചില്ല. അദ്ദേഹത്തെ പാമ്പാക്കട പള്ളിയിലാണ് കബറടക്കിയിരിക്കുന്നത്. 1958 വരെയും അന്ത്യോക്യ പാത്രിയർക്കീസ് പൗരസ്ത്യ കാതോലിക്കയായി ഗീവർഗീസ് ദിയൻ ബാവായെ സ്വീകരിക്കുന്നത് വരെയും ആ പള്ളിയിൽ കാതോലിക്കോസ് പക്ഷം എന്ന ഒരു ശബ്ദം പോലും ഉണ്ടായിട്ടില്ല. അതേ തുടർന്നുണ്ടായ സമാധാന കാലയളവിൽ അവിടുത്തെ മെത്രാപ്പൊലീത്തായി വാഴിക്കിരിച്ച് നിയമിക്കപ്പെട്ടിരുന്ന പൗലോസ് മാർ ഫീലിക്സിനോസ് തിരുമേനി 3 വൈദികരെ ആ പള്ളിയുടെ വികാരിമാരായിട്ട് നിയോഗിച്ചു.
അവർ തുടർന്ന് വരുമ്പോഴാണ് 1972 സിംഹാസന വിവാദങ്ങൾ ഉണ്ടാകുന്നതും ഈ 3 വൈദികരിൽ 2 പേർ കാതോലിക്കോസ് പക്ഷത്തേക്ക് ചേരുകയും ചെയ്തു. ഇതാണ് കോലഞ്ചേരി പള്ളിയിലെ കാതോലിക്കോസ് പക്ഷത്തിന്റെ ആവിർഭാവ ചരിത്രം. അതായത് അവിടെ ഉണ്ടായിരുന്ന 3 അച്ഛന്മാരിൽ 2 പേർ കാതോലിക്കോസ് പക്ഷത്തേക്ക് മാറി എന്നതൊഴിച്ചാൽ അവിടെ കാതോലിക്കോസ് പക്ഷത്തിന് യാതൊരു പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല 1970 വരെ. ആ ചരിത്രം തുടർന്നു വരുമ്പോൾ പിന്നീട് കോടതി വിധിയിലൂടെയും മറ്റു വിധത്തിലൂടെയും ഈ 3 തവണ 2:1 എന്ന തവണ അവിടെ നടപ്പാകുകയും ചെയ്തു. 1995 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിക്ക് ശേഷം ഈ 3 വൈദികരുടെ തവണയിൽ വീണ്ടും നമ്മുടെ ഒരച്ഛനും അവരുടെ 2 അച്ഛന്മാരുമായിട്ട് തവണകൾ നടത്തിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ചുണ്ടായ തർക്കവിതർക്കങ്ങളിൽ ദേവാലയം പൂട്ടപ്പെട്ടതിന് ശേഷം ദേവാലയമേഖലയിലുള്ള ആളുകൾ 2 പക്ഷക്കാരും പരസ്പര ആദരവോടെ ഇരുന്ന് ആലോചിച്ച് അന്നും പള്ളി തുറക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഈ ദേവലോക നേതൃത്വവും അവരുടെ മെത്രാപ്പൊലിത്തന്മാരും പള്ളി തുറക്കുന്നതിനെതിരായിരുന്നു. പക്ഷെ ജനങ്ങൾ ഇരുപക്ഷത്തുമുള്ളവർ ഒന്നുചേർന്ന് ആ ദേവാലയം തുറക്കുവാനും ആരാധന പുനഃസ്ഥാപിക്കുവാനും ശ്രമിച്ചപ്പോൾ യാക്കോബായ സഭ അതിന് പിന്തുണ നൽകി ആ ദേവാലയം തുറക്കപ്പെട്ട് ആരാധന നടത്തി പോരുകയായിരുന്നു.